നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിൽ യുവതീ പ്രവേശം തേടി ഹർജി നൽകിയ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്താണ്? ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. ഞങ്ങൾ വിശ്വാസികളാണെന്ന് സംഘടനയ്ക്കായി ഹാജരായ അഭിഭാഷക പറഞ്ഞപ്പോൾ നിങ്ങൾ രാജ്യത്തെ പ്രധാന പൂജാരിയാണോ എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞു. യുവതികളുടെ പ്രവേശനം അയ്യപ്പന് ഇഷ്ടമല്ലെന്ന് തന്ത്രി മുൻപ് പറഞ്ഞിരുന്നതിനെ സംഘടനയുടെ അഭിഭാഷക ചോദ്യം ചെയ്തു. ഇതല്ല വിശ്വാസം, ഇതായിരിക്കില്ല വിശ്വാസം, അഭിഭാഷക പറഞ്ഞു. ഇതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില വർധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകൾ ഇന്ന് പണിമുടക്കും. ഓൺലൈൻ ഭക്ഷണ വിതരണവും ഇല്ല. സംസ്ഥാന വ്യാപകമായ ഹോട്ടലുകൾ 24 മണിക്കൂർ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിലാണ് പ്രതിഷേധം. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് നിലവിൽ 3085 രൂപയാണ് നൽകേണ്ടത്. സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്ക് 3 നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അണിയറ നീക്കങ്ങൾ ശക്തമായി നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കേരളത്തിലെത്തും. MLA-മാരുടെ മനസ്സറിയാനാണ് ഇവരെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയക്കുന്നത്. മുതിർന്ന നേതാക്കളെ അയക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുത്ത യോഗം തീരുമാനിച്ചിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് വേണ്ടിയാണ് അടുപ്പക്കാർ നീക്കങ്ങൾ തകൃതിയാക്കിയത്. നല്ലൊരു ശതമാനം MLA-മാരുടെ പിന്തുണയുണ്ടെന്നതാണ് KC വേണുഗോപാലിന്റെ മേൽക്കൈ. മുസ്ലിം ലീഗ് ഉൾപ്പെടെ പല UDF ഘടകകക്ഷികളും VD സതീശന് അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട്. ഈ 2 നേതാക്കളെക്കാൾ പാർട്ടി സീനിയോറിറ്റിയുള്ള രമേശ് ചെന്നിത്തലയെ 2021 ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചിട്ടും പ്രതിപക്ഷ നേതാവാക്കിയിരുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുന്നതിനിടെ രമേശ് ചെന്നിത്തല ഇന്ന് ദില്ലിയിലെത്തും. AICC നേതൃത്വവുമായി ചർച്ച നടത്താനാണ് രമേശ് ചെന്നിത്തലയുടെ ദില്ലി യാത്ര. മഹാരാഷ്ട്ര DCC പുനഃസംഘടന അജണ്ട എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും കേരളത്തിലെ സാഹചര്യവും ചർച്ചയാകും. തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ പിണറായി വിജയന് താമസിക്കാൻ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് എതിർവശത്തുള്ള 2 പാർട്ടി ഫ്ളാറ്റുകൾ സജ്ജമാക്കി. ചിന്ത പബ്ലിക്കേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന മന്ദിരത്തിലെ 1-ാം നിലയിലെ 3A 3B ഫ്ളാറ്റുകളാണിത്. CPM PB അംഗങ്ങൾക്കും പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കൾക്കും പാർട്ടി അനുവദിക്കുന്നതാണ് ചിന്ത ഫ്ളാറ്റ്. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്നും അദ്ദേഹം ഉടൻ ഇവിടേക്ക് താമസം മാറ്റുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം തലസ്ഥാനത്തെത്തിയ പിണറായി വിജയനെ ക്ലിഫ് ഹൗസിലെത്തിച്ച പാർട്ടി സെക്രട്ടറിയുടെ കാറിന് നാടൊട്ടുക്ക് ഗതാഗത നിയമലംഘനത്തിന് പിഴ. KL 01CR 4291 ഇന്നോവ ക്രിസ്റ്റയ്ക്ക് 2023 ശേഷം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 18 തവണ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ഒന്നുപോലും അടച്ചിട്ടില്ല. വിവിധ കേസുകളിലായി 13,750 രൂപയാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ പിഴയടയ്ക്കാത്തതിനാൽ 2 കേസുകൾ കോടതിക്ക് കൈമാറിയിട്ടുമുണ്ട്. പിഴ കുടിശ്ശിക തീർപ്പാക്കാൻ സ്വന്തം സർക്കാർ പ്രഖ്യാപിച്ച ഇളവും പാർട്ടി വിനിയോഗിച്ചിട്ടില്ല. മുൻ സീറ്റ് യാത്രികൻ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതിനാലാണ് ഈ വാഹനം AI ക്യാമറയ്ക്ക് മുന്നിൽ കൂടുതൽ കുടുങ്ങിയിട്ടുള്ളത്. ഇതിന് 12 തവണയായി 500 രൂപ വീതം ഗതാഗത വകുപ്പ് പിഴ ചുമത്തിയിട്ടുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ പരാജയത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ആഘോഷം നടത്തി. മന്ത്രിയുടെ പുതിയ നിയമങ്ങൾ തങ്ങളുടെ മേഖലയെ തകർത്തെന്നും പരാതികൾ കേൾക്കാൻ തയ്യാറായില്ലെന്നും ആരോപിച്ചാണ് ആഘോഷം നടത്തിയത്. മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പായസം വെച്ചും ബോളി വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ് ഇവർ ഗണേഷിന്റെ തോൽവി ആഘോഷിച്ചത്. ബംഗളൂരുവിൽ വെച്ച് മലയാളിയിൽ നിന്ന് മർദ്ദനവും ലൈംഗിക അതിക്രമവും നേരിട്ട യുവതി മരിച്ചു. വാടനാപ്പള്ളി തളിക്കുളം പത്തനാംകല്ല് മങ്ങാട്ട് സുനിതയാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. അബോധാവസ്ഥയിലായ സുനിതയെ ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സുനിതയുടെ ഭർത്താവ് ഷിൻഡോ നൽകിയ പരാതിയിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്ന മലയാളി ദീപക് കൃഷ്ണയാണ് യുവതിയെ ആക്രമിച്ചത്. യുവതി ലൈംഗികാതിക്രമത്തിനും ഇരയായിട്ടുണ്ടെന്ന് പോലീസ് FIR-ൽ പറയുന്നത്. പ്രതി ദീപക് കൃഷ്ണ ഒളിവിലാണ്. മാസം 40,000 രൂപ നൽകാമെന്ന് ദീപക് വാഗ്ദാനം ചെയ്തിരുന്നു. ഏപ്രിൽ 17-നാണ് സുനിത ബംഗളൂരുവിലേക്ക് പോയത്. കിഫ്ബിയുടെ CEO സ്ഥാനമൊഴിഞ്ഞു മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നത് കണക്കിലെടുത്താണ് കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് രാജി സമർപ്പിച്ചത്. അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് പകരം ചുമതല. 2018 മുതൽ കിഫ്ബി CEOയുമായിരുന്നു KM എബ്രഹാം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്നു. ഭരണമാറ്റത്തെ തുടർന്ന് അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ
ടി.എ. ഷാജി എന്നിവരുൾപ്പെടെ സർക്കാരിനായി കോടതിയിലടക്കം ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകരും രാജിവെച്ചു. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും പുതിയ അഡ്വക്കേറ്റ് ജനറലിനെയും മറ്റും നിയമിക്കുക. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2.25 കോടി രൂപയുമായി 2 പേർ പിടിയിൽ. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി കാറിൽ കടത്തുകയായിരുന്ന കുഴൽപ്പണമാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് രേഖകളില്ലാത്ത 2,27,43,000 രൂപ കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബത്തേരി മുള്ളൻകുന്ന് സ്വദേശി അർഷാദ്, കൊടുവള്ളി മദ്രസ ബസാർ സ്വദേശി PT ഇസ്മായിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന കാറിലാണ് പണം ഒളിപ്പിച്ചിരുന്നത്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ബാലന് പരിക്ക്. കണ്ണൂർ പാനൂർ വടക്കേ പൊയിലൂരിലാണ് സംഭവം. കല്ലുംപറമ്പത്ത് സഫീറിന്റെ മകൻ മുഹമ്മദ് ഷഹദിനാണ് പരിക്കേറ്റത്. 13 വയസ്സാണ് ബാലന്. ഇടത് കൈക്ക് മാരകമായ പരിക്കേറ്റു. വീടിനോട് ചേർന്ന് കിണർ കുഴിക്കാനുള്ള സ്ഥലത്ത് വെച്ചാണ് അപകടം. പരിക്കേറ്റ കുട്ടി തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് പറഞ്ഞു. ആടിന്റെ തലയറുത്ത് കെട്ടിത്തൂക്കി മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം. തവന്നൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തുടർന്ന് തൃപ്പങ്ങോട്ട് പഞ്ചായത്തിൽ നടന്ന വിജയാഹ്ലാദത്തിലാണ് ക്രൂരത അരങ്ങേറിയത്. തിങ്കൾ പകൽ 1 തൃപ്പങ്ങോട്ട് പെരുന്തല്ലൂർ അങ്ങാടിയിൽ ചോര ചിന്തുന്ന ആടിന്റെ തല വടിയിൽ കെട്ടി പൊതുമധ്യത്തിൽ പ്രദർശിപ്പിച്ചു. യൂത്ത് ലീഗ് പെരുന്തല്ലൂർ വാർഡ് സെക്രട്ടറിയും തൃപ്പങ്ങോട്ട് പഞ്ചായത്ത് ഭാരവാഹിയുമായ കുരിക്കൽപ്പടി മച്ചിങ്ങൽ റാഫി, വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന കൃത്യം അരങ്ങേറിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. കാസർഗോഡ് ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനിടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് ബോംബ് വെച്ച് തകർത്തതും വിവാദമായിരുന്നു. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയ്ക്ക് വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ചു കേരളം. ഫാഷൻ ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെറ്റ് ഗാല 2026 കേരളത്തിലൊരുക്കിയ പരവതാനി തിളങ്ങിയത്. ഫാഷൻ ഇസ് ആർട്ട് എന്ന ആശയത്തിൽ നടക്കുന്ന മേളയുടെ അതേ ആശയത്തിൽ നിന്ന് തന്നെയാണ് പരവതാനിയും ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ നിന്നുള്ള നെയ്റ്റ് വൈൻ എക്സ്ട്രാ വീവാണ് ഈ പരവതാനി ഒരുക്കിയത്. 500-നടുത്ത് കരകൗശല വിദഗ്ധർ 90 ദിവസമെടുത്താണ് ക്രീമിൽ പച്ച കലർന്ന ഈ പരവതാനി ഒരുക്കിയത്. 4 മീറ്റർ വീതിയിൽ 30 മീറ്റർ നീളത്തിലാണ്, അതായത് 6840 ചതുരശ്ര അടി പരവതാനി ഒരുക്കിയിരിക്കുന്നത്. സീസൽ നാര്, അഗാവെ സീസലാന എന്ന ചെടിയുടെ ഇലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നാര് ഇറക്കുമതി ചെയ്ത് ചേർത്തലയിലെ ഫാക്ടറിയിൽ പ്രത്യേക സാങ്കേതിക വിദ്യയിൽ ചിത്രകലയും കൂട്ടിയാണ് പരവതാനി നെയ്തെടുത്തതെന്ന് എക്സ്ട്രാ വീവ് നെയ്റ്റ് CEO ശിവൻ സന്തോഷ് പറഞ്ഞു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. BJP വിജയത്തെ ചരിത്രപരവും നിർണായകവുമായ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ചൊവ്വാഴ്ച പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ താൻ തോറ്റിട്ടില്ലെന്നും രാജിവെക്കില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. ജനങ്ങളുടെ വിധിന്യായമല്ല, മറിച്ചൊരു ഗൂഢാലോചനയുടെ ഫലമാണ് തന്റെ പരാജയമെന്നും അവർ ആരോപിച്ചു. BJP ജനവിധി കവർന്നെടുക്കുകയായിരുന്നുവെന്നും മമത കുറ്റപ്പെടുത്തി. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 108 സീറ്റുകൾ നേടി തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് ഒരു ദിവസത്തിന് ശേഷം വിജയ് മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ പട്ടിനമ്പാക്കത്തെ തന്റെ വസതിയിൽ MLA-മാരുമായി കൂടിയാലോചന നടത്തി. വിജയ്ക്ക് കോൺഗ്രസ് പിന്തുണ ലഭിച്ചേക്കും. പിന്തുണ തേടി വിജയ് സമീപിച്ചെന്ന് അറിയിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ തമിഴ്നാട് കോൺഗ്രസിനോട് നിർദ്ദേശിച്ചതായും അറിയിച്ചു. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് തമിഴ്നാട് നേതൃത്വം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കും. ഇന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേരും. ഇതിലാകും തീരുമാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിലവിൽ 34-ൽ നിന്ന് 38 ആക്കാൻ നിയമ ഭേദഗതി വരുന്നു. ഇന്നലെ ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് ഈ നിർദ്ദേശത്തിന് അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 38 പേർ. സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് അമെൻമെന്റ് ബിൽ ജൂലൈയിൽ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. 2019-ലാണ് 32-ൽ നിന്ന് 34-ആയി അംഗബലം ഉയർത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കനത്ത മഞ്ഞുവീഴ്ചയും കഠിനമായ കാലാവസ്ഥയും ഉണ്ടായിരുന്നിട്ടും കേദാർനാഥ് ധാമിലെ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. പ്രദേശത്ത് തുടർച്ചയായി മഞ്ഞുവീഴ്ചയുണ്ടായതിനാൽ താപനിലയിൽ ഗണ്യമായ കുറവും തണുപ്പ് വർദ്ധിക്കുകയും ചെയ്തു. മഞ്ഞുവീഴ്ചയ്ക്കിടയിലും ആയിരക്കണക്കിന് തീർത്ഥാടകർ നീണ്ട ക്യൂവിൽ നിൽക്കുന്നത് കാണപ്പെട്ടു. പ്രാർത്ഥനയ്ക്കായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ നിര നീണ്ടുകൊണ്ടിരുന്നെങ്കിലും തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ ഭരണകൂടം ആവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് നഗരത്തിലെ BSF ആസ്ഥാനത്തിന് പുറത്തുള്ള ഏറ്റവും തിരക്കേറിയ റോഡിൽ രാത്രി 8 മണിയോടെ ഉണ്ടായ സ്ഫോടനം പരിഭ്രാന്തി പരത്തി.
പ്രധാന നഗരത്തെ അമൃത്സർ ന്യൂഡൽഹി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. സ്ഫോടനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഹോണ്ട ആക്ടീവയുടെ അവശിഷ്ടങ്ങൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഏതാനും മീറ്ററുകളോളം ചിതറിക്കിടക്കുകയും ട്രാഫിക് സിഗ്നൽ തൂണിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. UAEക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന ആരോപണം തള്ളി ഇറാൻ. അടുത്ത ദിവസങ്ങളിലൊന്നും UAE ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടത്തിയിട്ടില്ലെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരി പറഞ്ഞു. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. US-ന്റെ പറക്കും ഗ്യാസ് ടാങ്കറായ ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനമാണ് കാണാതായത്. ഖത്തറിന് മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടമായത്. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണ നടപടികൾ അവസാനിച്ചതായി അമേരിക്ക. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചിട്ടില്ല. UAE-യിലെ ഇത്തിഹാദ് എയർവേസ് 15 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് 15,000 പാകിസ്ഥാൻ പൗരന്മാരെ UAE-യിൽ നിന്ന് നാടുകടത്തിയതായും ഇവരുടെ മുഴുവൻ സമ്പാദ്യവും മരവിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ന്യൂ ലൈൻസ് മാഗസിൻ പറയുന്നതനുസരിച്ച് അറസ്റ്റ്, ഫോൺ കണ്ടുകെട്ടൽ, തടങ്കൽ സ്ഥലങ്ങൾക്കിടയിൽ കൈമാറ്റം, പാകിസ്ഥാനിലേക്കുള്ള നാടുകടത്തൽ വിമാനങ്ങൾ എന്നിവയുടെ ഒരു മാതൃകയിലായിരുന്നു നടപടികൾ. പുറത്താക്കപ്പെട്ടവരിൽ പലരും പതിറ്റാണ്ടുകളായി UAE-യിൽ ജോലി ചെയ്തിരുന്നവരാണെന്നും കുടിയേറ്റക്കാരുടെ പണമയക്കൽ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സായിരുന്നതായും പാകിസ്ഥാന്റെ വിദേശ നാണ്യമായും തുടരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. തൊഴിലാളികൾ, ഡോക്ടർമാർ, അധ്യാപകർ, ചെറുകിട ബിസിനസ് ഉടമകൾ എന്നിവരാണ് ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾ. വിസ ലംഘനങ്ങളും താമസ പ്രശ്നങ്ങളും സ്റ്റാൻഡേർഡ് എൻഫോഴ്സ്മെന്റ് നടപടികളായി UAE അധികൃതർ ചൂണ്ടിക്കാണിച്ചതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.